നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷ് നോക്കാം. കൈപ്പത്തിരിയും കടല റോസ്റ്റും. അതുണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവുക. ഇനി കുറച്ച് മാവെടുത്ത് പരത്തിയെടുക്കാം. നല്ല തിക്കായിട്ടാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. രണ്ട് പത്തിരിക്കുള്ള മാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ പത്തിരിയും പരത്തി കഴിഞ്ഞു. ഇനി ഒരു ചട്ടിയെടുത്ത് ചൂടാക്കാൻ വെക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് പത്തിരി വെച്ച് ചുട്ടെടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും നന്നായി ചുട്ടെടുക്കുക. അടിഭാഗം പരന്ന ചട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായേനെ. ആദ്യത്തെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചുട്ടെടുക്കാം. പത്തിരി രണ്ടും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കടല വേവിച്ചെടുക്കാൻ. ഇത് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കടലയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സവാളയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി ഒരു ഗ്ലാസ് എടുത്ത് അതിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബീഫ് മസാല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. 1/2 കപ്പ് കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർക്കാം. പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നന്നായി വഴറ്റി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. ഇനി ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പെരുംജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ, കൈപ്പത്തിരിയും കടല റോസ്റ്റും. ഒരു ബീഫിൻ്റെ രുചിയുള്ള കടല റോസ്റ്റാണത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.